എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ വളരെ പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയൊരു ബനാന ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സ്വാദിഷ്ടമാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആർക്കും കഴിക്കാവുന്നതാണ്. ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിനകത്ത് ഞാൻ ശർക്കര പൗഡറാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കേണ്ട. അതിടാതെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അതിന് നന്നായി കഴുകി വൃത്തിയാക്കിയൊരു ബനാന എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ട് വീണ്ടും സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അധികം കട്ടിയൊന്നും ഇല്ലാതെ ഈ വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വേഗം 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. വേഗം റെഡിയാക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ഇത് നല്ലതാണ്. ആ പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ക്യൂബ് ബട്ടറോ അല്ലെങ്കിൽ ഒരു സ്പൂൺ നെയ്യോ ഒന്ന് ഒഴിച്ചിട്ട് ഒന്നെല്ലാം ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന ഇതിലേക്കൊന്ന് നിരത്തി കൊടുക്കണം. ഇത് പെട്ടെന്ന് വേകുന്നതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം, ഏറ്റവും ലോയിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ. വേഗം റെഡിയായി കിട്ടും. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ വെയിറ്റ് വെക്കാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെയിറ്റ് വെക്കാനായിട്ട് നല്ലതാണ്. കുട്ടികൾക്കെന്നല്ല വലിയവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമാണ്. വൈകുന്നേരം സ്നാക്സായിട്ടോ അല്ല രാവിലെ കുട്ടികളൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാകും. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യുന്നുണ്ട്. രണ്ടും നന്നായി അത്തപ്പൂട്ട് പോലെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നല്ല സ്വാദിഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്ക് തന്നെ വലിയവർക്കാണേലും ഇഷ്ടമാവും. ഇത് വേകാനായിട്ട് 1 മിനിറ്റ് മതി. വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചിടണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതുകൊണ്ട് നോക്കി നിൽക്കണം. എന്നിട്ട് ഓരോന്നായിട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതും വേഗം 2 സൈഡും വേഗം വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു നുള്ള് ഏലക്ക പൗഡർ വേണം. അത് പൗഡറായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഏലക്ക ചതച്ച് ഇട്ടാലും മതിയായിരിക്കും. ഇത് വേഗം ഇങ്ങനെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് തിരിച്ചിട്ടാൽ മതിയാകും. അത് കരിഞ്ഞു പോകാതെ നോക്കണം. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് വേറെ ആകും. ഇങ്ങനെ ഒരു ഗോൾഡൻ കളറാകുന്നതോടെ മതി. മറ്റേ ഏത്തക്കാപ്പമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. അതുപോലെ മാവിലൊക്കെ മുക്കിയല്ലേ, നെയ്യിലും അല്ല ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ വേഗം വെയിറ്റ് വെക്കാനും നല്ലതാണ്. വളരെ സ്വാദിഷ്ടമാണ്. ഇനി നമുക്കൊരു ഏലക്ക എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ ഇട്ടാലും മതി. ഒരു നുള്ളു മതിയാവും പൗഡറാണെങ്കിൽ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെറിയ ചൂടോടെ നമുക്ക് ആ പൊടിച്ച ഏലക്ക അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വേണം നമുക്ക് മധുരത്തിന്. ഞാനിവിടെ ജാഗരി പൗഡറാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര കഴിവതും ഒഴിവാക്കുക. പഞ്ചസാര ഉപയോഗിക്കില്ല. അതിനേക്കാൾ നല്ലൊരു തുള്ളി മതി നമുക്ക് ജാഗരി പൗഡർ. ഒരു മേമ്പൊടിക്കെന്ന പോലെ മധുരം വെക്കാനായിട്ട്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഷുഗറൊക്കെ ഉള്ളവർ ഈ ജാഗരി പൗഡർ ഒന്നും ഉപയോഗിക്കരുത്. ശകലേ ഉള്ളൂ, ഇത്രത്തോളം ഉള്ളൂ ഞാൻ എടുക്കുന്നുള്ളൂ. അതതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2-3 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ ഈ ചൂടോടെ തന്നെ വെച്ച് കഴിഞ്ഞ് ചെറിയ ചൂടോടെ കുട്ടികൾക്ക് കഴിക്കാവുന്ന ചൂടോടെ തന്നെ അവർക്ക് കൊടുക്കാൻ നോക്കണം. അപ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. നമ്മളാണെങ്കിലും തണുത്ത് കഴിഞ്ഞാൽ കഴിക്കത്തില്ലല്ലോ. അപ്പോൾ ചെറിയ ചൂടോടുകൂടെ തന്നെ അവർക്കത് കഴിക്കാൻ കൊടുക്കണം. വല്ലവർക്കും കഴിക്കാൻ കിട്ടും. അപ്പം സ്വാദിഷ്ടമായൊരു ബനാന ഫ്രൈ റെഡിയാകും. ഇങ്ങനെ കഴിക്കുമ്പോഴത്തേന് നമുക്ക് അയൺ ഡെഫിഷ്യൻസിയൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. പിന്നെ ദഹനം മെച്ചപ്പെടുത്താനൊക്കെ നല്ലതാണ്. വേഗം കുട്ടികൾ വണ്ണം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ വണ്ണം വെച്ച് കിട്ടും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് മസ്റ്റായിട്ടും കൊടുക്കണം. വേഗം വെയിറ്റൊക്കെ വെച്ചോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ടാറ്റാ, ബൈ, സീ യു.